കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. രാമ 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 രാമ. ഭാഗ്യം ചെയ്ത പുണ്യാത്മാക്കളെ, വാത്മീകത്തിൽ നിന്നുണർന്ന് മഹാകവിയായി മാറിയ രത്നാകരൻ എന്ന കാട്ടാളൻ്റെ പുരാവൃത്തം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കേട്ടു. ആശ്രമത്തിൽ ധ്യാനനിരതനായി തപശ്ചര്യകളിലൂടെ തൻ്റെ ജീവിതം നയിക്കുന്ന വാത്മീകി മഹർഷിയുടെ അരികത്തേക്ക് നാരദ മഹർഷി വന്നു ചേരുന്ന രംഗത്തോടു കൂടിയാണ് വാത്മീകി രാമായണം ആരംഭിക്കുന്നത്. വാത്മീകി രാമായണത്തിലെ ആദ്യ ശ്ലോകം തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാംബരം നാരദം പരിപപ്രച്ഛ വാത്മീകിർ മുനിപുംഗവം. വാത്മീകിയോട് രാമകഥ പാടുവാൻ പ്രചോദനം നൽകുന്നത് നാരദ മഹർഷിയാണ്. ആ രംഗമാണ് വാത്മീകി രാമായണം ആദ്യമായി നമുക്ക് പറഞ്ഞു തരുന്നത്. തപസ്സിൽ നിരതനും വാഗ്വിത്തുക്കളിൽ മഹാപണ്ഡിതന്മാരിൽ ശ്രേഷ്ഠനും ഒക്കെയായ നാരദ മഹർഷിയോട് വാത്മീകി ചോദിക്കുന്നു, ഈ ലോകത്തിൽ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആരാണുള്ളത്? അസൂയയില്ലാത്തവൻ, ധീമാൻ, സമഭാവനയുണർന്നവൻ, ഇങ്ങനെ മാതൃകാപുരുഷനായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ആരാണുള്ളത്? ഏതൊരാൾ യുദ്ധത്തിൽ വില്ലും കുലച്ച് നിന്നാൽ ദേവന്മാർ പോലും അത്ഭുതപ്പെടുന്നുവോ ഭയപ്പെടുന്നുവോ? അങ്ങനെയുള്ള വീരനായ പുരുഷൻ ആരാണ്? ആരാണ് സമാധി ഗുണവാൻ? ഈ ചോദ്യത്തിന് ഉത്തരമായി നാരദ മഹർഷി പറയുന്നു, അല്ലയോ മഹർഷീശ്വര, അങ്ങ് പറഞ്ഞതുപോലെ എല്ലാം തികഞ്ഞവനായ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും മനുഷ്യരിൽ ഈ പൂർണ്ണത ഒരേ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ഒരേ ഒരു നാമം മാത്രമാണ് അങ്ങ് ഈ പറഞ്ഞ വിശേഷണങ്ങൾക്കൊക്കെ യോഗ്യനായിട്ടുള്ളവൻ. അത് സാക്ഷാൽ ശ്രീരാമനാണ്. രഘുവംശത്തിൽ ജനിച്ച പരമാത്മാവ്, സാക്ഷാൽ ഈശ്വരൻ തന്നെ മനുഷ്യരൂപമെടുത്ത് ധർമ്മത്തെ, സത്യത്തിൻ്റെ മഹത്വത്തെ വേണ്ടതുപോലെ ഉദ്ഘോഷിച്ചു. ആ ശ്രീരാമനാണ് മാതൃകാപുരുഷൻ, എല്ലാം തികഞ്ഞ ഗുണവാൻ. സമാധി ഗുണവാൻ എന്ന് പ്രത്യേകം രാമന് വിശേഷണമുണ്ട്. എല്ലാ ജീവജാലങ്ങളോടും സമഭാവന ഉണർന്ന ഒരു വ്യക്തിയെയാണ് സമാധി ഗുണവാൻ എന്ന് വിശേഷിപ്പിക്കുക. അങ്ങനെയുള്ള ശ്രീരാമൻ്റെ കഥ ചുരുക്കി പറയുകയാണ് നാരദ മഹർഷി. വാത്മീകി രാമായണത്തിൽ ഈ നാരദ സമാഗമമാണ് ആദ്യത്തെ കഥയായി പറയുന്നതെങ്കിൽ അധ്യാത്മരാമായണം ആരംഭിക്കുന്നത് രാമഹൃദയം എന്ന അധ്യായത്തിലൂടെയാണ്. അപ്രമേയത്രയാതീത നിർമ്മലജ്ഞാനമൂർത്തയേ മനോഗിരാം വിദൂരായ
ദക്ഷിണാമൂർത്തയേ നമ. അധ്യാത്മരാമായണത്തിലെ മാഹാത്മ്യം ആദ്യ ശ്ലോകം ദക്ഷിണാമൂർത്തിയെ നമസ്കരിച്ചുകൊണ്ടാണ്. അതിന് കാരണം അധ്യാത്മരാമായണം ലോകത്ത് പ്രചരിച്ചത് ഉമാമഹേശ്വര സംവാദ രൂപത്തിലാണ്. അതുകൊണ്ട് അധ്യാത്മരാമായണത്തിൻ്റെ ഗുരുസ്ഥാനം സാക്ഷാൽ ദക്ഷിണാമൂർത്തിക്കാണ്, ശ്രീ പരമേശ്വരനാണ്. ആ പരമേശ്വരനെ നമസ്കരിച്ചുകൊണ്ട് രാമായണത്തിൻ്റെ മാഹാത്മ്യം പാടുകയാണ് ആദ്യം. അതിനുശേഷം നാം കാണുന്നത് രാമായണ സമാരംഭമായി നമുക്ക് പറഞ്ഞു തന്ന ശ്ലോകം യപൃഥ്വീഭരവാരണായ ദിവിജൈ സംപ്രാർത്ഥിതശ്ചിന്മയ സഞ്ജാത പൃഥിവീതലേ രവികുലേ മായാ മനുഷ്യോ വ്യയ നിശ്ചക്രം ഖതരാക്ഷസ പുനരഗാത് ബ്രഹ്മത്വമാദ്യം സ്ഥിരാം കീർത്തിം പാപഹരാം വിധായ ജഗതാം തം ജാനകീശം ഭജേ. സീതാഭിരാമനായിരിക്കുന്ന ശ്രീരാമനെ ബ്രഹ്മമായി കണ്ടുകൊണ്ട് നമസ്കരിക്കുകയാണ് അധ്യാത്മരാമായണം. ആത്മാവിനെക്കുറിച്ചുള്ളതായ പഠനം, ആത്മാവിനെ അറിയാൻ ഉതകുന്ന വിധത്തിൽ രാമകഥ പാടിയിരിക്കുന്നു. അതാണ് അധ്യാത്മരാമായണം. അവ്യയനും ഭൂമിയിലെ ദുഃഖത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മനുഷ്യാവതാരമെടുത്ത പരമാത്മാവുമായ ശ്രീരാമനെയാണ് അധ്യാത്മരാമായണം നമസ്കരിക്കുന്നത്. ഭക്തിയില്ലാതെ രാമകഥയെ സമീപിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ഉള്ളിൽ ഭക്തിയെ ഉണർത്തുന്നതുമാണ്. ഭക്തി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം രാമകഥ മോക്ഷപ്രദമാണ്, ആനന്ദപ്രദായകമാണ്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ ആ കഥ പറയുമ്പോൾ പ്രത്യേകം എടുത്ത് പറഞ്ഞത്, ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. രാമകഥ കേട്ടാൽ ഏത് തരത്തിലുള്ളതായ കർമ്മബന്ധങ്ങളിൽ നിന്നും നമുക്ക് മുക്തി കൈവരും എന്ന് എഴുത്തച്ഛൻ വിശേഷിപ്പിച്ചു. രാമനാമത്താൽ ആ കാട്ടാളനിൽ നിന്ന് കവിയായി മാറിയ വാത്മീകിയുടെ കഥയും നമ്മെ പഠിപ്പിച്ചത് ഈ പാപമുക്തി തന്നെയാണ്. അങ്ങനെയുള്ള രാമകഥ അധ്യാത്മരാമായണമായി ഇതൾ വിരിയുമ്പോൾ അവിടെ ഉമാമഹേശ്വര സംവാദം ആരംഭിക്കുന്നു. കൈലാസത്തിൽ സർവ യോഗീശ്വരന്മാരുടെ മുഴുവൻ അധിപതിയായ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ, ത്യാഗമൂർത്തിയായ ഭഗവാൻ നീലകണ്ഠൻ ധ്യാനത്തിൽ നിന്ന് ഉണർന്ന സമയത്ത് പാർവതീദേവി ചോദിക്കുന്നു, എല്ലാ തരത്തിലുമുള്ളതായ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന, സംസാര ബന്ധങ്ങളെയും ഇല്ലാതാക്കുന്ന രാമൻ്റെ കഥ, സാക്ഷാൽ ശ്രീരാമൻ്റെ മാഹാത്മ്യം, അത് കേൾക്കണമെന്ന് ആഗ്രഹം. എത്രയും രഹസ്യമായുള്ളതാണെങ്കിൽ കൂടിയും ഗുരുക്കന്മാർ വത്സല ശിഷ്യന്മാർക്ക് ആദരവോടുകൂടി ഗുരുവിനെ ശുശ്രൂഷിക്കുന്നവരായിരിക്കുന്ന ആ ശിഷ്യർക്ക് വാത്സല്യത്തോടുകൂടി ഏത് രഹസ്യങ്ങളെയും വെളിച്ചപ്പെടുത്താറുണ്ടല്ലോ. അതുപോലെ ശ്രീരാമ തത്വത്തെ വേണ്ടതുപോലെ ഉപദേശിച്ചു തന്നാലും എന്നാണ് പാർവതീദേവി ശ്രീ പരമേശ്വരനോട് ചോദിക്കുന്നത്. പരമേശ്വരൻ പറയാൻ തുടങ്ങുന്നു,
ഘോരനായിരിക്കുന്ന രാവണനെ വംശത്തോടുകൂടി ഇല്ലാതാക്കിയ ശ്രീരാമൻ സത്യത്തിൻ്റെ മഹത്വം താതവാക്യം പാലിക്കുന്നതിന് വേണ്ടി കാനനത്തിലേക്ക് പോയി ഋഷ്യാശ്രമങ്ങളെ ഘോര രാക്ഷസരിൽ നിന്ന് പരിരക്ഷിച്ച് സീതയെ വീണ്ടെടുത്ത് അയോധ്യയിലെത്തി വസിഷ്ഠാദികളാൽ സർവതീർത്ഥങ്ങളിൽ നിന്നും കൊണ്ടുവന്നതായ ആ അഭിഷേകത്താൽ ചക്രവർത്തിയായി വാണരുളുന്ന സമയത്ത് അരികത്ത് ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ മുതലായിരിക്കുന്ന ആ പ്രിയ സോദരർ ശ്രീരാമൻ്റെ അരികിൽ പ്രേമസ്വരൂപിണിയായി സാക്ഷാൽ പ്രകൃതീശ്വരിയായ മഹാലക്ഷ്മിയായ സീതാദേവി ആ രാമൻ്റെ പാദങ്ങളെ ഭജിച്ചുകൊണ്ട് അതുവരെയുള്ള ഏതൊരു കർമ്മങ്ങളാകട്ടെ അതൊക്കെ നിസ്വാർത്ഥമായി സ്വാമി സേവയായി ചെയ്തതായ ഹനുമാൻ ഇങ്ങനെ ശ്രീരാമ പട്ടാഭിഷേകം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ആ രംഗം അത് വർണ്ണിച്ചുകൊണ്ട് ശ്രീ പരമേശ്വരൻ പറയുന്നു, സാക്ഷാൽ ശ്രീരാമൻ പരമാത്മാവാണ്, ബ്രഹ്മമാണ്. ഈശ്വരൻ മനുഷ്യാവതാരമെടുത്തത് ഭൂമിയുടെ ദുഃഖം ഇല്ലാതാക്കാനാണ്. അങ്ങനെയുള്ള ശ്രീരാമദേവൻ കാരുണ്യത്തോടുകൂടി ഹനുമാനെ നോക്കുകയും സീതയോട് രാമതത്വം എന്താണെന്ന് ഉപദേശിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് കേട്ട് സീതാദേവി രാമനെ മനസാ സ്മരിച്ച് ശ്രീരാമതത്വം എന്താണെന്ന് ഹനുമാന് ഉപദേശിച്ചു കൊടുക്കുന്ന രംഗത്തോടുകൂടി രാമഹൃദയം എന്ന അധ്യായം ആരംഭിക്കുകയാണ്. സീതാദേവി പറയുന്നുണ്ട്, ശ്രീരാമേത്യേകദാ വക്തും മനോ യസ്യ പ്രവർത്തതേ വൈകുണ്ഠവാസിനസ്തസ്യ കുലമേകോത്തരം ശതം. ശ്രീരാമൻ എന്നതായൊരു നാമം നമുക്ക് ചൊല്ലാൻ സാധിച്ചാൽ തന്നെ അത് ചൊല്ലുന്ന വ്യക്തികളുടെ തലമുറകളെപ്പോലും പുണ്യലോകങ്ങളിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് ആ നാമം കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇങ്ങനെ രാമനാമത്തിൻ്റെ മാഹാത്മ്യത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് വർണ്ണിച്ചുകൊണ്ട് രാമതത്വത്തെ പ്രകടമാക്കുകയാണ് സീതാദേവിയുടെ വാക്കുകളിലൂടെ. യഥാർത്ഥത്തിൽ ദശരഥപുത്രനായി അവതരിച്ചത് പരമാത്മാവാണ്. അങ്ങനെയുള്ള ശ്രീരാമൻ ചെയ്തതായ മഹത് കർമ്മങ്ങളെക്കുറിച്ച് ലോകം പാടുന്നു. ദശരഥൻ്റെ വാക്കിനെ സത്യമാക്കി തീർക്കുന്നതിന് വേണ്ടി താപസവേഷം ധരിച്ച് ധർമ്മപത്നിയോടൊപ്പം അനുജനോടൊപ്പം കാട്ടിലേക്ക് പോവുകയും പിന്നീട് ആ സീതയെ അപഹരിച്ച രാവണനെ വധിച്ച് വാനരന്മാരുമായി സഖ്യം ചെയ്ത് ഘോരമായി യുദ്ധം ചെയ്ത് സീതയെ വീണ്ടെടുത്ത് വന്നു ചേർന്ന രാമൻ്റെ ഗാഥകളൊക്കെ പാടുമ്പോൾ എല്ലാവരും ധരിക്കുന്നത് ഇതൊക്കെ ചെയ്തത് ശ്രീരാമനാണ് എന്നാണ്. സീതാദേവി പറയുകയാണ്, യഥാർത്ഥത്തിൽ രാമൻ ഇതൊന്നും ചെയ്തിട്ടില്ല. സീതയുടെ വാക്കുകൾ ഇങ്ങനെ, മാം വിദ്ധി മൂലപ്രകൃതിം സർഗസ്ഥിത്യന്തകാരിണീം തസ്യ സന്നിധി മാത്രേണ സൃജാമീതമതന്ത്രിത. യഥാർത്ഥത്തിൽ അലയോ ഹനുമാനെ, ഞാനാണ് മൂലപ്രകൃതി. ശ്രീരാമൻ പരമപുരുഷനാണ്. രാമോ ന തിഷ്ഠതി ധാവതി എന്നിങ്ങനെ ബ്രഹ്മത്തിന് കൊടുക്കുന്ന എല്ലാ വിശേഷണങ്ങളും രാമനിൽ സവിശേഷമായ വർണ്ണനയോടുകൂടി സീതാദേവി
വിശദീകരിക്കുന്നു. അവ്യയനാണ് രാമൻ, അനുപമനാണ്. അങ്ങനെയുള്ള ശ്രീരാമൻ ഒന്നും ചെയ്യുന്നില്ല, ചെയ്യുന്നതെല്ലാം പ്രകൃതിയാണ്, ഞാനാണ്. ഇതാണ് സീതാദേവി പറഞ്ഞു കൊടുക്കുന്ന രാമതത്വം. ആ രാമൻ്റെ ഒരു ഈക്ഷണം കൊണ്ട് തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, നശിക്കുന്നു. ചെയ്യുന്നതെല്ലാം പ്രകൃതിയാണ്. ഇത്തരത്തിൽ ഭക്തിനിഷ്ഠമായിരിക്കുന്ന ഭാവനകളിലേക്ക് നമ്മെ നയിക്കുന്നതാണ് ശ്രീരാമഹൃദയം എന്ന അധ്യാത്മരാമായണ അധ്യായം. ഇങ്ങനെ സീതാദേവിയിൽ നിന്ന് രാമതത്വം ഗ്രഹിച്ചു ശ്രീ ഹനുമാൻ. ആ രാമഹൃദയ അധ്യായത്തിൽ രാമായണത്തിലെ 7 കാണ്ഡങ്ങളിലും പറയുന്ന കഥകളെ ചുരുക്കി പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പല ശ്ലോകങ്ങളായും രാമായണ കഥ അതിൻ്റെ സംക്ഷിപ്ത രൂപത്തിൽ സ്മരിക്കാറുണ്ട്. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണഖനനം ഏതദ്ധി രാമായണം. രാമൻ്റെ കാനനത്തിലേക്കുള്ള യാത്ര, വിശ്വാമിത്രനോടൊപ്പം യാഗരക്ഷ ചെയ്യാൻ വേണ്ടി പോയ ശ്രീരാമൻ സുബാഹുവിനെയും മാരീചനെയും തൻ്റെ അസ്ത്രം കൊണ്ട് ആ സുബാഹുവിനെ വധിക്കുകയും മാരീചനെ കടലിൻ്റെ മധ്യത്തിലുള്ളതായ ദ്വീപിലേക്ക് പലായനം ചെയ്യിക്കുകയും ചെയ്തു. പിന്നീട് അഹല്യയ്ക്ക് മോക്ഷം കൊടുത്ത് വിദേഹ രാജ്യത്തെത്തി വിശ്വാമിത്രൻ്റെ ആജ്ഞയാൽ വില്ലൊടിച്ച് സീതാദേവിയെ പരിണയിച്ച രംഗവും മടക്കയാത്രയിൽ പരശുരാമനുമായുള്ള സമാഗമവും വരെ രാമായണം ബാലകാണ്ഡം കഥ വിസ്തരിക്കുന്നു. അയോധ്യാകാണ്ഡത്തിൽ നാം കാണുന്നത് രാമൻ്റെ രാജ്യാഭിഷേകത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും അതിനെ ഭംഗം വരുത്തുന്നതിന് വേണ്ടി ഈശ്വരപ്രേരണയാൽ മന്ധരയുടെ ദുരുപദേശങ്ങളും കൈകേയിയുടെ വിലാപം, ദശരഥ വിലാപം, തുടർന്ന് ദശരഥൻ്റെ കൈകേയിക്ക് കൊടുത്തതായ സത്യത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി ശ്രീരാമൻ വനത്തിലേക്ക് പുറപ്പെടുന്നു. കൂടെ സീതാദേവിയും അംഗരക്ഷക ഭാവത്തിൽ അനുജനായ ലക്ഷ്മണനും. രാമൻ്റെ വനയാത്രയറിഞ്ഞ് ക്ഷുഭിതനായ ഭരതൻ പിന്നീട് തൻ്റെ അമ്മയുടെ പ്രവൃത്തി കണ്ട് അതിൽ ലജ്ജിക്കുകയും അമ്മയെ ശകാരിക്കുകയും രാമനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എന്ന് ആജ്ഞാപിച്ച് പരിവാരങ്ങളോടൊപ്പം കാട്ടിലേക്ക് പോകുന്നതും ത്രികൂട പർവ്വതത്തിൽ വെച്ച് സാക്ഷാൽ ശ്രീരാമനെ കണ്ടുമുട്ടുന്നതും രാമൻ്റെ പാദുകം ഏറ്റുവാങ്ങി മടങ്ങിപ്പോരുന്നതും അയോധ്യാകാണ്ഡത്തിൽ വിസ്തരിക്കുന്നു. പിന്നീട് ശ്രീരാമൻ്റെ ഋഷ്യാശ്രമങ്ങളിലൂടെയുള്ള യാത്രയാണ്. പഞ്ചവടിയിലെത്തുമ്പോൾ അവിടെ വെച്ച് ശൂർപ്പണഖയുടെ ആഗമനം, സീതാപഹരണത്തിന് കാരണമായിരിക്കുന്ന ശൂർപ്പണഖയുടെ വൈരൂപ്യകരണം, ഖരദൂഷണവധം, രാവണൻ മാരീചനെ അയച്ച് സീതയെ അപഹരിക്കുന്ന രംഗം, സീതയെ കാണാതെ അലയുന്ന രാമൻ്റെ വിലാപം, ജടായുവിൻ്റെ കഥ, തുടർന്ന് ശബരിയുടെ ആശ്രമത്തിലെത്തുന്നത് വരെ അരണ്യകാണ്ഡം, തുടർന്ന് സുഗ്രീവാദികളെ കണ്ടുമുട്ടുന്ന രംഗവും സീതയെ വീണ്ടെടുക്കാൻ രാമനെ സഹായിക്കുമെന്ന സുഗ്രീവൻ്റെ പ്രതിജ്ഞയും,
സമുദ്ര ലംഘനത്തിന് തയ്യാറാകുന്നത് വരെയുള്ള കഥാഭാഗം അത് കിഷ്കിന്ധാകാന്ഡം. സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ ലങ്കയിലേക്ക് എടുത്തു ചാടുന്നതും ലങ്കയെ ദഹിപ്പിക്കുന്നതും അടയാളവാക്യം ചൊല്ലി സീതയെ കണ്ടെത്തി ആ സീതയുടെ അടയാളം ചൂടാരത്നം സാക്ഷാൽ ശ്രീരാമന് ഏൽപ്പിക്കുന്നതുമായ രംഗം. പിന്നീട് യുദ്ധകാന്ഡം, മഹായുദ്ധം, രാവണവധം വരെ. അതിനുശേഷം രാമൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനവധി സംഭവങ്ങളുടെ പുരാവൃത്തങ്ങളാണ് ഉത്തരകാണ്ഡത്തിൽ വിശദീകരിക്കുന്നത്. ഇങ്ങനെ രാമായണത്തെ ചുരുക്കിപ്പറഞ്ഞ് രാമഹൃദയം ശ്രീരാമ തത്വത്തെ വ്യക്തമാക്കി കൊടുക്കുന്ന രീതിയിൽ അധ്യാത്മരാമായണം വർണ്ണിക്കുന്നു. വാത്മീകി ഈ രാമായണ കാവ്യം രചിച്ച് ശ്രീരാമ പുത്രന്മാരായിരിക്കുന്ന ലവകുശന്മാരെ പഠിപ്പിച്ച കഥ അടുത്ത അധ്യായത്തിൽ നമുക്ക് കേൾക്കാം. നമസ്കാരം.